ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകൾക്ക് 66 സീറ്റുകളാണ് ഉള്ളത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 30 സീറ്റും അതുപോലെ തന്നെ BR കോഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന് 40 സീറ്റുകൾ വീതമാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ കോഴ്സുകളിലെല്ലാം തന്നെ 10% എക്സ്ട്രാ സീറ്റ് അവൈലബിൾ ആണ്. അതായത് ഇത് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സീറ്റ് റിസർവേഷൻ ആണ്. ബിടെക് പ്രോഗ്രാംസ് 8 സെമസ്റ്ററിന് 4 വർഷം, അതുപോലെ തന്നെ BR പ്രോഗ്രാം 10 സെമസ്റ്റർ ആണ്, അത് 5 വർഷമാണ് ഡ്യൂറേഷൻ. ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീം 2023 ഡേറ്റയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് 17,566, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 20,142, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 11,175, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 6,052, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 3,327, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 10,159, ആർക്കിടെക്ചർ 218. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടുത്തെ ബേസിക് ഫെസിലിറ്റീസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലേഡീസിന് 2 ഹോസ്റ്റലും മെൻസിന് 1 ഹോസ്റ്റലുമാണ്. ലേഡീസ് ഹോസ്റ്റലിൽ 280 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാം. ബോയ്സ് ഹോസ്റ്റലിൽ 107 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാം. വാർഡൻ ഉണ്ടായിരിക്കും. ഇനി ക്യാൻറ്റീൻ ഫെസിലിറ്റീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും സ്റ്റാഫിനും സെപ്പറേറ്റ് ഇരുന്ന് കഴിക്കാനായിട്ടുള്ളതും ക്ലീനും ഹൈജീനിക്കുമായിട്ടും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഇവിടുന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി കോളേജ് ബസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 7 ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. 2 ബസ് കോട്ടയം ടൗൺ, അതുപോലെ തന്നെ 2 ബസ് ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ 1 ബസ് ഏറ്റുമാനൂർ, അതുപോലെ തന്നെ 1 ബസ് പാല, അതേപോലെ തന്നെ 1 ബസ് കാഞ്ഞിരപ്പള്ളി. ഇത്രയാണ് സർവീസ് ഉള്ളത്. ഇനി ഇവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റിക്രൂട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻഫോസിസ്, അതുപോലെ തന്നെ അലയൻസ്, അതുപോലെ തന്നെ വിപ്രോ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, IBM, ക്വസ്റ്റ് ഗ്ലോബൽ, എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്നെറ്റ് തുടങ്ങിയ കമ്പനീസ് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ബ്രാഞ്ച് വൈസ് പ്രീവിയസ് ഇയർ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനാണ് 72 സ്റ്റുഡൻസ്. തൊട്ട് താഴെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 42, അതിന്റെ തൊട്ട് താഴെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 34, അതിന്റെ തൊട്ട് താഴെ ട്രിപ്പിളിയും ഉണ്ട്, MCA ഉണ്ട്. രണ്ടിടത്തും 24 സ്റ്റുഡൻസ് വീതമാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിന് 20 പേര്, BRക്കിന് 3 പേരും, അതുപോലെ തന്നെ MTech 6 പേരും വീതമാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് ആ ഒരു സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഇവിടെ കാണാനായിട്ട് പറ്റും. TCSൽ 11 പേര് പ്ലേസ്ഡ് ആയി, അതുപോലെ തന്നെ ക്യൂബസ്റ്റ് 12 പേര്, അതുപോലെ തന്നെ കോഗ്നിസന്റിൽ 56 പേര് പ്ലേസ്ഡ് ആയി, അതുപോലെ തന്നെ ടെറന്റോയിൽ 23 പേര്, അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അൽഗോമാക്സ് 1, ലാർസൻ ആൻഡ് ടർബോ 29, അതുപോലെ തന്നെ EYGDSൽ 10, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരാൾ പ്ലേസ്ഡ് ആയി, അതുപോലെ തന്നെ ECS വിന്നിൽ 3 പേര് പ്ലേസ്ഡ് ആയി, പിന്നെ ടെക്സാറസിൽ 9 പേര് പ്ലേസ്ഡ് ആയി. അങ്ങനെ ടോട്ടൽ 225 സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടിയായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.